ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് ടു ഇറ്റേണിറ്റി. ഇപ്പോൾ ഇറാനിൽ നടക്കുന്ന യുദ്ധവും ആഗോളതലത്തിലുള്ള സാമ്പത്തിക മേഖലയും അന്ത്യകാലത്തെ ആ ഒരു സാമ്പത്തിക സ്ഥിതി, ബൈബിൾ പ്രകാരം പറയുന്ന ആ ഒരു സ്ഥിതി, ഇവയൊക്കെ തമ്മിലുള്ളൊരു കണക്ഷനാണ് ഇന്നത്തെ ഈ ഒരു സന്ദേശത്തിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ അമേരിക്ക ഓരോ ദിവസവും $1 ബില്യൺ പരമായിട്ടുള്ള രീതിയിൽ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഇറാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധത്തിൻ്റെ മേൽ. യുദ്ധത്തിൻ്റെ ആദ്യത്തെ 6 ദിവസം കൊണ്ട് മാത്രം മോർ ദാൻ $11 ബില്യൺ ചെലവഴിച്ചത്. യുദ്ധത്തിൻ്റെ ആദ്യത്തെ 100 മണിക്കൂർ മാത്രം തന്നെ $3.7 ബില്യൺ മണിയാണ് അവർ ചെലവഴിച്ചത്. ഇതൊരു ചെറിയൊരു യുദ്ധമൊന്നുമല്ല. ഓരോ ദിവസവും $1 ബില്യൺ പെർ ഡേ, ഓരോ ദിവസവും $1 ബില്യൺ വെച്ച് ചെലവഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതിനി മുന്നോട്ട് പോയാൽ വിദഗ്ധർ പറയുന്നത് ഇതിൻ്റെ ടോട്ടൽ ചെലവ് 40, 60, ഈവൻ $90 ബില്യൺ ചിലവായി തീരാം. പക്ഷേ ഇവിടെയാണ് പ്രധാനപ്പെട്ട മറ്റൊരു ഇഷ്യൂ ഉള്ളത്. അമേരിക്ക ഒരു പൊസിഷൻ ഓഫ് സ്ട്രെങ്ത്, ഒരു ശക്തിയോടുകൂടിയുള്ള ഒരു സാമ്പത്തിക പൊസിഷനിൽ നിന്നല്ല ഈ യുദ്ധത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. നമുക്കറിയാം, അമേരിക്ക ഓൾറെഡി $37 ട്രില്യൺ നാഷണൽ കടമായിട്ടുള്ള രീതിയിൽ അവരുടെ ആ ഭാഗത്ത് തന്നെ ഉണ്ട്. മില്യനോ ബില്യനോ അല്ല, $37 ട്രില്യൺ. അമേരിക്കൻ ഗവൺമെൻറ് അതിൻ്റെ കൂടെ ഓരോ ദിവസവും കൂടുതൽ കടം ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡെഫിസിറ്റ് തന്നെ മാസങ്ങൾക്കുള്ളിൽ $1 ട്രില്യൺ കവിഞ്ഞു. ആൻഡ് അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഓരോ ദിവസവും $1 ബില്യൺ എ ഡേ എന്ന് പറയുന്ന ഈ കണക്കിൽ ഈ യുദ്ധവും മുന്നോട്ട് പോകുന്നത്. നമ്മൾ മനസ്സിലാക്കണം, യുദ്ധങ്ങൾക്കുള്ള പണം ചെലവഴിക്കുന്നത് ആ രാജ്യത്തിൻ്റെ കയ്യിൽ എന്തുമാത്രം പണം ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല. ആ യുദ്ധങ്ങൾക്കുള്ള പൈസ കൊടുക്കുന്നത് എന്തുമാത്രം പണമാണ് ആ രാജ്യം വായ്പ എടുക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ കൂടുതൽ യുദ്ധം എന്ന് പറയുമ്പോൾ കൂടുതൽ വായ്പ എടുക്കും, കൂടുതൽ വായ്പ എടുക്കുമ്പോൾ കൂടുതൽ കടം എടുക്കുമ്പോൾ കൂടുതൽ പലിശ കൊടുക്കണം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു സമയം വരും, ഒരു രാജ്യത്തിന് നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും. പെട്ടെന്നല്ല കൊളാപ്സ് നടക്കുന്നത്, അതിൻ്റെ ആ മേധാവിത്വത്തെ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുവാൻ, അതിൻ്റെ ആ ബേർഡൻ എടുത്തുകൊണ്ട് പോകുവാൻ പറ്റാത്ത ഒരു സമയം വരും. അപ്പോൾ ഈ ഒരു യുദ്ധം ഇനി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അഡീഷണലായിട്ടുള്ള കൂടുതലായിട്ടുള്ള കടം അമേരിക്കയുടെ മേൽ വരികയും, അങ്ങനെ അതിനി മുന്നോട്ട് പോകുമ്പോൾ ഇനി അടുത്ത വരുവാൻ പോകുന്ന പ്രസിഡന്റ്, ട്രംപ് കഴിഞ്ഞിട്ടുള്ള അടുത്ത പ്രസിഡന്റ് എത്ര ലിബറൽ ആണെങ്കിലും ആ ഒരു പ്രസിഡൻസിയുടെ കീഴിലും സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്കായിരിക്കുമോ നീങ്ങുന്നത്? അത് നമ്മൾ വാച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഈ യുദ്ധത്തിൻ്റെ എഫക്റ്റുകൾ യുദ്ധത്തിൻ്റെ ആ ഫീൽഡിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, അത് ആഗോളതലത്തിൽ അതിൻ്റെ എഫക്റ്റ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഓയിലിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ നമുക്കറിയാം, പ്രധാനപ്പെട്ട ഗ്ലോബൽ എനർജിയുടെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മിഡിൽ ഈസ്റ്റ്. ആ ഭാഗമാണ് അൺസ്റ്റേബിളായിരിക്കുന്നത്, അനിശ്ചിതത്വത്തിലായിരിക്കുന്നത്. അങ്ങനെ ഓയിലിൻ്റെ വില വർദ്ധിക്കുമ്പോൾ എല്ലാത്തിൻ്റെ വിലയും വർദ്ധിക്കും. ട്രാൻസ്പോർട്ടേഷൻ കൂടുതൽ ചിലവുള്ളതാവും, ഫെർട്ടിലൈസറുകളുടെ എല്ലാം വില കൂടും, ഫാമിംഗ് അതായത് കൃഷി കൂടുതൽ ചിലവുള്ളതാവും. അങ്ങനെ കൃഷി കൂടുതൽ ചിലവുള്ളതാവുമ്പോൾ ഫുഡ് പ്രൊഡക്ഷൻ, ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ചിലവും വർദ്ധിക്കും. ഭക്ഷണവുമായി ബന്ധപ്പെട്ട സപ്ലൈ ചെയിൻസ് ദേ വിൽ കം അണ്ടർ പ്രഷർ. അഗ്രികൾച്ചറൽ കോസ്റ്റ്, അതായത് കൃഷി സംബന്ധിച്ചുള്ള ചിലവുകൾ വർദ്ധിക്കും. ഗ്ലോബൽ ഫുഡ് സിസ്റ്റംസ് തന്നെ, ആ ഒരു സപ്ലൈ ചെയിൻ എല്ലാം തന്നെ വളരെ ഫ്രജൈലാവും. അതായത് എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം എന്നുള്ളൊരു നിലയിലേക്ക് മാറും. ഇങ്ങനെയാണ് യുദ്ധം ലോകത്തെ എഫക്റ്റ് ചെയ്യുന്നത്. അല്ലാതെ അവിടെ നടക്കുന്ന നാശവും നഷ്ടവും മാത്രമല്ല, ഇപ്രകാരമുള്ള സാമ്പത്തിക ഭാരം ഓരോ ഭവനത്തിലേക്കും ചെന്നെത്തും. ഇതിൻ്റെ ഇമ്പാക്റ്റ് പെട്ടെന്നൊന്നും എല്ലാ സ്ഥലങ്ങളിലും കണ്ടുവെന്ന് വരില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ രാജ്യം ഇന്ത്യ തന്നെ ഒന്ന് എടുത്തി. ഈ ഒരു സമയത്ത് അനേക ഉപഭോക്താക്കൾക്ക് പെട്ടെന്നുള്ള ആ ഒരു പ്രൈസ് റൈസ് ഒന്നും പെട്രോൾ പമ്പിൽ തോന്നില്ല. പെട്രോളോ ഡീസലോ അടിക്കാൻ പോകുമ്പോൾ അവിടെ തോന്നുന്നില്ല. പക്ഷേ ബിനീത്ത് ദ സർഫസ് ഇതിൻ്റെയൊക്കെ എഫക്റ്റ് ഓൾറെഡി കണ്ടു തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ചില റിപ്പോർട്ടുകളൊക്കെ നമ്മൾ വായിച്ചില്ലേ, LPGയുടെ സപ്ലൈ ഡിസറപ്ഷൻസ് ഒക്കെ ചില സ്ഥലങ്ങളിലും പിന്നെ ചില ബിസിനസ്സുകളെയും ഒക്കെ തന്നെ ബാധിച്ചിട്ടുണ്ടെന്ന്. ചില സ്ഥലങ്ങളിൽ റെസ്റ്റോറൻറ്റുകളും പിന്നെ ചെറിയ ഈറ്ററീസ് പോലെയുള്ള സ്ഥലങ്ങൾ, ഔട്ട്ലെറ്റുകളൊക്കെ ഓൾറെഡി സ്ട്രഗിൾ ചെയ്യാൻ, കഷ്ടം അനുഭവിക്കുക. ചിലതൊക്കെ അടച്ചും കഴിഞ്ഞു. കാരണം കുക്കിംഗ് ഗ്യാസിൻ്റെ അവൈലബിലിറ്റിയും പിന്നെ അതിൻ്റെ വില വർധനവും ഒക്കെയും ഒരു പ്രത്യേക ഒരു ഇൻസ്റ്റെബിലിറ്റിയാണ് ഇപ്പോൾ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. കൊച്ചു ബിസിനസ്സുകൾക്കൊക്കെ ഇപ്രകാരമുള്ള ക്ഷീണമുണ്ടാകുമ്പോൾ വർക്കേഴ്സ്, അവിടെ ജോലി ചെയ്യുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള എഫക്റ്റ് ഉണ്ടാവും. ചില സന്ദർഭങ്ങളിൽ മൈഗ്രൻ്റ് വർക്കേഴ്സ്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ജോലിക്കാർ അവരുടെ സ്ഥലങ്ങളിലേക്ക് തന്നെ തിരിച്ചു മടങ്ങുക. കാരണം ഇവിടുത്തെ അവരുടെ ആ ലൈവ്ലിഹുഡ്, അവരുടെ വരുമാന മാർഗ്ഗങ്ങളൊക്കെയും ഇപ്പോൾ തൽക്കാലം അഫക്റ്റഡായി.
അപ്പോൾ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സെക്ടറാണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് അറിയുന്നത്, ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി. ഫെർട്ടിലൈസറിൻ്റെ ഉൽപ്പാദനം അത് എനർജിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഗ്ലോബൽ എനർജി പ്രൈസ്, അതായത് ആഗോളതലത്തിലുള്ള എനർജിയുടെ വില കൂടുമ്പോൾ ഫെർട്ടിലൈസർ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ചിലവും കൂടും. ഫെർട്ടിലൈസറുകളുടെ വില കൂടുമ്പോൾ ഫാമേഴ്സ്, അതായത് കൃഷിക്കാർക്ക് ചില കോംപ്രമൈസുകളൊക്കെ ചെയ്യേണ്ടി വരും. കാരണം വലിയ വിലയായി ഫെർട്ടിലൈസറിന്, പക്ഷേ ടൈറ്റ് മാർജിനുമാണ്. അപ്പോൾ പിന്നെ അവർ കുറച്ച് ഫെർട്ടിലൈസർ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. കുറച്ച് ഫെർട്ടിലൈസർ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ഫുഡ് പ്രൊഡക്ഷൻ, അതായത് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ആ എമൗണ്ടും കുറയും. ഇങ്ങനെയാണ് ഫുഡ് പ്രൊഡക്ഷൻ, ആഗോളതലത്തിലുള്ള ധാന്യങ്ങളും അപ്രകാരമുള്ള കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ എണ്ണം അതിൻ്റെ അളവും കുറയും. ഇങ്ങനെയാണ് ആ ചെയിൻ റിയാക്ഷൻ നടക്കുന്നത്. യുദ്ധം എനർജിയെ എഫക്റ്റ് ചെയ്യും, എനർജി ഫെർട്ടിലൈസറിൻ്റെ പ്രൊഡക്ഷനെ എഫക്റ്റ് ചെയ്യും, ഫെർട്ടിലൈസർ പ്രൊഡക്ഷൻ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നതിനെ എഫക്റ്റ് ചെയ്യും. ആൻഡ് ഭക്ഷണം എന്ന് പറയുന്ന ഒരു കാര്യം ലോകത്തിലുള്ള സകലരെയും എഫക്റ്റ് ചെയ്യും. ആൻഡ് ഇങ്ങനെ ഇത് മുന്നോട്ട് പോയാൽ ഒരു എനർജി ക്രൈസിസ് എന്ന് പറഞ്ഞ് തുടങ്ങിയ ഈ ഒരു കാര്യം സാവകാശം ഒരു ഫുഡ് ക്രൈസിസ്, ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയൊരു പ്രതിസന്ധിയിലേക്കും നീങ്ങും. ഇത് ഒരു രാജ്യത്തിൽ മാത്രമല്ല, ആഗോളതലത്തിൽ എല്ലാ രാജ്യങ്ങളിലും അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവും. നമ്മൾ ബൈബിളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അന്ത്യകാലത്തിൽ എന്തൊക്കെയായിരിക്കും ആ കണ്ടീഷൻസ് എന്നുള്ളതിനെക്കുറിച്ചൊരു ഗ്ലിംസ് ബൈബിൾ തരുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, ഒരു സമയം വരും ഭക്ഷണത്തിൻ്റെ വില ഒത്തിരി അങ്ങ് വർദ്ധിക്കും. അതായത് ഒരു ദിവസത്തെ കൂലി തന്നെ വേണം ബേസിക്കായിട്ടുള്ള, വളരെ ബേസിക്കായിട്ടുള്ള ഭക്ഷണം തന്നെ വാങ്ങുവാൻ. ഇവ ചൂണ്ടിക്കാണിക്കുന്നത് തന്നെ വലിയ അളവിലുള്ള ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. വെളിപ്പാട് 6:6 പറയുന്നത്, ഒരു പണത്തിന് 1 ഇടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം, എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്ന് 4 ജീവികളുടെയും നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. ഞാൻ പറയുന്നത് ആ ഒരു സമയം ഇപ്പോൾ എത്തിയെന്നല്ല. കാരണം അവിടെ നമ്മൾ വായിക്കുന്ന ആ ഒരു സംഭവം നടക്കുന്നത് 7 വർഷത്തെ മഹോദർവ കാലത്തിലെ ആ ഒരു സിനാറിയോ, ആ ഒരു സെറ്റിംഗാണ്. പക്ഷേ ആ ഒരു സമയത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇതിൽ നിന്നാണ് മറ്റൊരു ആഴമേറിയ ചോദ്യവും വരുന്നത്. ലോകത്തിൻ്റെ ഏറ്റവും വലിയ സൂപ്പർ പവറായ അമേരിക്കയ്ക്ക് ഇപ്പം ആ കാണുന്ന ഒരു സ്ട്രെയിൻ, ആ ഒരു പ്രഷറിലൂടെ കടന്നു പോകുന്നെങ്കിൽ എന്തായിരിക്കും ഇനി മുന്നോട്ടുള്ള ഭാവി? ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി, എന്താണ് ബൈബിൾ പറയുന്നത്? പ്രത്യേകിച്ച് ഇപ്പോൾ ഇറാനിൽ നടക്കുന്ന ഈ യുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ യെഹെസ്കേലിൻ്റെ ആ പ്രവചന പുസ്തകം നമ്മൾ നോക്കുമ്പോൾ 38-ാമത്തെ അധ്യായത്തിൽ നമ്മൾ അന്ത്യകാലത്തിലെ ഒരു പ്രവചനത്തെപ്പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു സംഘടിത ഗ്രൂപ്പ് ഓഫ് രാജ്യങ്ങൾ ഇസ്രയേലിനെതിരെ ഒരു അധിനിവേശമായി കടന്നു വരും. അതിലുൾപ്പെട്ട ഒരു ശക്തിയാണ് പേർഷ്യ. പേർഷ്യ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറാൻ. ആൻഡ് ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. കാരണം നമ്മൾ വായിക്കുന്നത് ഇപ്പോൾ ഇറാനിൽ എന്ത് സംഭവിച്ചാൽ തന്നെ പേർഷ്യ അന്ത്യകാലത്തിലെ ആ ഒരു സംഘടിത ഗ്രൂപ്പ് ഓഫ് ശക്തികളിൽ ഉണ്ടാവും. ഈവൻ ഇഫ് ഇപ്പോൾ ഇറാൻ ബലത്തിൽ, അതായത് സൈനികപരമായിട്ട് ക്ഷയിച്ചാലും അവിടുത്തെ ആ ഭരണകൂടമൊക്കെ ടെമ്പറലി ഒന്ന് മാറിയാലും, എന്തെല്ലാം സെറ്റ് ബാക്സ് ഇറാൻ നേരിട്ടാലും അത് സംഹൗ റീഎമർജ്, വീണ്ടും ആ ഒരു ഇസ്രയേലിനെ വെറുക്കുന്ന, ഇസ്രയേലിൻ്റെ നാശത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടം അവിടെ വീണ്ടും എഴുന്നേറ്റ് വരും. കാരണം പ്രവചനം ചൂണ്ടിക്കാണിക്കുന്നത് ആ ഒരു ഗ്രൂപ്പിൽ പേർഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. ബൈബിൾ വ്യക്തമാക്കുന്നില്ല എങ്ങനെയാണ് പേർഷ്യ വീണ്ടും ആ ഒരു സ്ഥിതിയിലേക്ക് കയറി വരുന്നതെന്നുള്ളത്. പക്ഷേ ഒരു കാര്യം വ്യക്തമായി പറയുന്നു, പേർഷ്യ ആ ഗ്രൂപ്പിൽ ഉണ്ടാവും. ബൈ ദ വേ, യെഹെസ്കേൽ 38 ആ ഇസ്രായേലിനെതിരെ കടന്നു വരുന്ന ഗോഗ് മാഗോഗ് അധിനിവേശം, ആ ഒരു ഗ്രൂപ്പ് ഓഫ് രാജ്യങ്ങൾ, അവ ആരൊക്കെയാണ്? ആ സമയത്തെ സാഹചര്യം, ഇസ്രായേലിലെ സാഹചര്യം, അത് ഉൽപ്രാപണത്തിന് മുൻപിലാണോ അതോ അതിന് ശേഷമാണോ? എന്തുകൊണ്ടാണ് അത് മഹോദരവകാലത്തിൻ്റെ ആ നടുക്കായിട്ടുള്ള ഭാഗത്തേക്ക് അടുത്ത് വരുമ്പോഴായിരിക്കാം സംഭവിക്കുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളെയും ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു സന്ദേശം ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സന്ദേശത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് കാണുമെങ്കിൽ യെഹെസ്കേൽ 38 ഗോഗ് മാഗോഗ് അധിനിവേശത്തെ പറ്റി കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ തിരിച്ച് മടങ്ങി വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളൊരു ചോദ്യം. ആ പ്രവചനത്തിൽ അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തെ കാണുന്നില്ലല്ലോ. കാരണം ഇന്നത്തെ സൂപ്പർ പവർ എന്ന് പറയുന്ന നമ്മൾ കാണുന്ന അമേരിക്ക ആ അന്ത്യകാലത്തിൻ്റെ ആ സിനാറിയോയിൽ നമ്മൾ കാണുന്നില്ല. പലരും പല തിയറീസ് മുന്നോട്ട് വെക്കും. എന്തുകൊണ്ടായിരിക്കും അമേരിക്ക എന്നൊരു സൂപ്പർ പവർ അന്ത്യകാലത്തിൽ സൂപ്പർ പവർ എന്നുള്ള ആ ഒരു രീതിയിൽ ലോകത്തിൻ്റെ സ്റ്റേജിൽ കാണാത്തതെന്ന്? പല കാരണങ്ങൾ പലരും പറഞ്ഞെങ്കിലും മോസ്റ്റ് പ്രോബബിളായിട്ടുള്ളൊരു കാരണം റാപ്ചർ എന്ന് പറയുന്ന, അതായത് ഉൽപ്രാപണം എന്ന് പറയുന്ന ഒരു സംഭവം അമേരിക്കയിലുള്ള അനേക യഥാർത്ഥ ഗോഡ്ലി ഇൻഫ്ലുവൻസ്, ദൈവമക്കളുടെ ആ സ്വാധീനത്തെ അവിടുന്ന് അങ്ങ് എടുത്തു മാറ്റും. യേശു തന്നെ പറഞ്ഞു, നിങ്ങൾ ഈ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ഭൂമിയുടെ വെളിച്ചമാകുന്നു.
നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ആ ഒരു സ്വാധീനം ഈ ലോകത്തിൽ നിന്ന് എടുത്തു മാറ്റിയാലോ? ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള യഥാർത്ഥ ദൈവമക്കളെ ഉൽപ്രാപണത്തിൽ എടുക്കുമ്പോൾ അമേരിക്കയിൽ നിന്നും അപ്രകാരം ഒരു യഥാർത്ഥ ദൈവമക്കളെ അവിടെ നിന്ന് അങ്ങ് എടുത്തു മാറ്റപ്പെടുന്ന ആ ഒരു സാഹചര്യത്തെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കി. ബൈബിൾ തന്നെ വ്യക്തമാക്കുന്നു, ഒരു സമയം വരുന്നുണ്ട് യഥാർത്ഥ വിശ്വാസികളെ കർത്താവ് മധ്യാകാശത്തിൽ ചേർക്കും. തൻ്റെ ആ മധ്യാകാശത്തിലെ ആ പ്രത്യക്ഷപ്പെടലിൽ സത്യവിശ്വാസികളെ, യഥാർത്ഥ വിശ്വാസികളെ, യേശു കർത്താവിൽ രക്ഷയ്ക്കായി വിശ്വാസം അർപ്പിച്ച ദൈവമക്കളെ, യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ദൈവമക്കളെ അവിടുന്ന് മധ്യാകാശത്തിൽ ചേർക്കാൻ വരുന്നു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. കണ്ണിമയ്ക്കുന്ന ആ ഒരു നിമിഷം കൊണ്ട് തന്നെ അത് സംഭവിക്കും. അതിന് വിളിക്കുന്ന പേരാണ് ഉൽപ്രാവണം. ഇംഗ്ലീഷിൽ പറയും റാപ്ചർ. അത് സംഭവിക്കുമ്പോൾ സകലതും മാറും. സാമ്പത്തിക മേഖലകൾക്ക് വലിയ ഇളക്കം സംഭവിക്കും. എല്ലാ സിസ്റ്റംസിനും ഒരു ഡിസ്റപ്ഷൻ ഉണ്ടാവും. രാജ്യങ്ങളിൽ തന്നെ അതിൻ്റെ ഇമ്പാക്റ്റ് എല്ലാവരും ഫീൽ ചെയ്യും. ലോകം ഒരിക്കലും അതിന് മുമ്പുണ്ടായിരുന്ന പോലെ ആയിരിക്കില്ല അതിനുശേഷം. നമ്മളിപ്പോൾ കാണുന്ന ഈ ലോകം പെർമനൻ്റ് അല്ല, സ്ഥിരമായിട്ടുള്ളതല്ല. സാമ്രാജ്യങ്ങൾ ഉയരും, അവ തകരും. സാമ്പത്തിക മേഖലകൾ വളരും, തകരും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, സമയം ഇനി അധികമില്ല. യേശു കർത്താവിൻ്റെ മധ്യാകാശത്തിലുള്ള പ്രത്യക്ഷപ്പെടൽ ഏറ്റവും അടുത്തു. ചോദ്യം, താങ്കൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഈ ലോക സംഭവങ്ങൾ എല്ലാം വിളിച്ചു പറയുന്ന ഒരു സത്യം അതാണ്, യേശു കർത്താവിൻ്റെ രണ്ടാം വരവ് ഏറ്റവും അടുത്തു. മധ്യാകാശത്തിൽ യേശു കർത്താവ് വന്ന് ആ പ്രത്യക്ഷപ്പെടുമ്പോൾ സകലതും മാറും. കാരണം ഉൽപ്രാപണം സംഭവിക്കും. യഥാർത്ഥ ദൈവമക്കൾ ഇവിടെ നിന്ന് അങ്ങ് എടുക്കപ്പെടും. അതിനുശേഷമായിരിക്കും എതിർ ക്രിസ്തുവിൻ്റെ കീഴിലുള്ള 7 വർഷത്തെ മോദരവകാലം. അതുകൊണ്ട് യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കണോ എന്നും പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത് സമയം കളയരുത്. ആ ഒരു സമർപ്പണം ഇന്ന് തന്നെ എടുക്കണം. കാരണം നിങ്ങൾക്കറിയില്ല ഇനി അങ്ങനെ ഒരു ചാൻസ് നിങ്ങൾക്ക് ലഭിക്കുമോ, അതോ അതിനു മുമ്പ് കർത്താവ് ഇപ്പോൾ വരുമോ. കാരണം കർത്താവിന് ഏത് സമയം വേണമെങ്കിലും വരാം. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ അടുത്ത ഒരു ചാൻസ് ലഭിക്കുമോ എന്നുള്ളത് നിങ്ങൾക്കും അറിയില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ ആ ഒരു സമർപ്പണ തീരുമാനം ഒന്ന് എടുക്കാമോ? അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.